ഹലോ, എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈലാ. അപ്പം നമ്മുടെ ബ്രൈഡൽ സ്കിൻ കെയറിന്റെ മസാജിങ്സ് ആണ് ചെയ്യുന്നത്. ഇതിൽ മാക്സിമം ഞാൻ എല്ലാ മസാജസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സ്കിന്ന് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, സ്കിന്നിലുള്ള ഡാർക്ക് മാർക്സ് മാറാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഡാർക്ക് സർക്കിൾസ് മാറാൻ വേണ്ടിയിട്ട്, നമ്മുടെ നെറ്റിയിലുള്ള ഇത് മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് വന്ന മാർക്കുകൾ മാറാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇതൊക്കെ നമ്മൾ പാക്കുകൾ ഇടുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ ഉള്ളിൽ ഇൻടേക്ക് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മസാജിൽ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുന്ന സമയത്ത് നമുക്ക് ഫേസിലുള്ള ഈ കുരു വന്നിട്ടുള്ള പാടുകളും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഫേസ് മസാജിങ് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒന്നും അമിതമായിട്ട് ചെയ്യാൻ പാടില്ല. ആക്രാന്തം പിടിച്ച് നിങ്ങൾ കുറേ സ്റ്റെപ്സുകൾ വാരി ഒന്നും ഫേസിൽ ചെയ്യേണ്ട. ഞാൻ പറയുന്ന സ്റ്റെപ്പുകൾ മാത്രം നിങ്ങൾ അന്നന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി. ഒരുപാട് സ്റ്റെപ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തിനെക്കാട്ടിലും ഉപരി ദോഷമായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്ന സ്റ്റെപ്പുകൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ മതി. എപ്പോഴും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫേസിന് സ്യൂട്ടായിട്ടുള്ള ഒരു ഓയിലോ മോയ്സ്ചറൈസറോ കണ്ടുപിടിക്കുക. അതിനനുസരിച്ചിട്ട് അതുപയോഗിച്ച് മാത്രം നമ്മൾ എപ്പോഴും ഫേസ് മസാജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മുഖക്കുരു അധികമുള്ളവർ ഒരിക്കലും ഒരു രീതിയിലും ഒരു കാരണവശാലും നിങ്ങളുടെ ഫേസിൽ ഒരുപാട് പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യാൻ പാടില്ല. എക്സർസൈസസ് ആയിരിക്കണം അധികമായിട്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ട്. അത് ചെയ്യാം. അതിൻ്റെ കൂടെ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ട് ജെൽ ടൈപ്പ് മോയ്സ്ചറൈസിങ് ക്രീം കണ്ടുപിടിച്ച് അത് വെച്ചിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രഷർ പോയിന്റ്സ് മാത്രം വെച്ച് മസാജ് ചെയ്യുക. എക്സർസൈസസ് അധികമായിട്ട് ചെയ്യാം. പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് ഫേസിന് ഗ്ലോ കൂട്ടാൻ പറ്റിയിട്ടുള്ള കുറച്ച് മസാജിങ് സ്റ്റെപ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ ബാലു ഹെർബൽസിന്റെ കുങ്കുമാതി ഓയിലാണ് കേട്ടോ. നല്ല ഓയിലാണ് ഇത്. ഈ കുങ്കുമാതി തൈലം നല്ലതാണ്. ഞാൻ അന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പം നമ്മുടെ ഓർഗാനിക് നേരത്തെ കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 ടൈപ്പ് ഓഫ് കുങ്കുമാതി തൈലം യൂസ് ചെയ്യാറുണ്ട്. അതിലൊന്നാണിത്. ഇതിനെക്കുറിച്ചുള്ളൊരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ഞാൻ തരാം. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇന്ന് അപ്ലോഡ് ചെയ്യേ ഉള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുവാണ്. നമ്മൾ ഫസ്റ്റ് എപ്പോഴും ഫേസ് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ഓയിൽ വെച്ച് നമ്മുടെ ഫേസിനെ ഒന്ന് ഇലാസ്റ്റിസിറ്റി ആക്കി ഒന്ന് മോയ്സ്ചറാക്കി എടുക്കണം. ഓക്കെ, ഇതിലൊക്കെ ഉപരിയായിട്ട് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും ഒരു ബ്രൈഡൽ സ്കിൻ കെയർ എന്നൊക്കെ പറയുമ്പോൾ ബ്രൈഡ്സ് എപ്പോഴും ഒരു മാസം മുമ്പ് തന്നെ ഇങ്ങനെ കരഞ്ഞ് വിളിച്ച് കൂവി അയ്യോ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്ന് നോക്കിയിട്ടോ മസാജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്കിന്നിന് കുറേ പാക്ക് ഇട്ടിട്ടോ ഒന്നും കാര്യമില്ല. പിന്നെ നമ്മൾ ആ ഒരു സ്കിൻ ഗ്ലോയിങ് ഡ്രിങ്കിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചു. എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ എനിക്ക് ആ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ എനിക്ക് വാട്സപ്പ് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അറ്റ്ലീസ്റ്റ് ആ ഒരു ഫേസ് വാഷ് പൗഡർ എങ്കിലും കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു സ്കിൻ ഗ്ലോ ഡിഫറൻറ്റ് അറിയാൻ പറ്റും. ബ്രൈറ്റ്സ് ഒക്കെ മസ്റ്റായിട്ടും ബാത്ത് പൗഡർ കൂടെ യൂസ് ചെയ്യുക. അപ്പോഴാണ് ബോഡി ഫുള്ളായിട്ടും ആ ഒരു റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുക. ബാത്ത് പൗഡറൊക്കെ ഓർഡർ ചെയ്യാനായിട്ടുള്ള വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിന്ന് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫേസ് മസാജസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ പ്രഷർ പോയിന്റ്സിൽ നമ്മൾ ഇത് കൊടുക്കുക, പ്രഷർ കൊടുക്കുക എന്നുള്ളത്, അതായത് പ്രസ് കൊടുത്ത് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ഒരു ഭാഗം, നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ സൈഡിലുള്ള ഭാഗം, ഇതൊക്കെ നമ്മുടെ പ്രഷർ പോയിന്റ്സ് ആണ്. ഒന്ന് നമുക്കൊരു 10 കൗണ്ട്സ് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. റിലാക്സ് ആയിട്ട് ചെയ്യുക. നല്ല ഒരു ചിരിച്ച മുഖത്തോടെ എപ്പോഴും ചെയ്യുക. നമ്മുടെ ഹാപ്പിനെസ് ആണ് എപ്പോഴും നമ്മുടെ ഫേസിൽ റിഫ്ലക്റ്റ് ആകുന്നത്. നമ്മൾ സാഡായിട്ട് ഇരുന്നിട്ട് നമ്മുടെ ഫേസ് മാത്രം ഇതായി പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു ലാഫിംഗ് ലൈൻസ്, ഇപ്പോൾ എല്ലാം മുഖത്ത് ചുളിവുകൾ വരുന്നതിനോ അല്ലെങ്കിൽ മുഖത്ത് പാടുകൾ വരുന്നതിനോ ലാഫിംഗ് ലൈൻസ് വരുന്നതിനോ ഒന്നും ഒരു പ്രായവും ഇല്ല. 20 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെയാണ് ഇപ്പോഴും മുഖത്ത് ചുളിവുകളെന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത്. അവർക്ക് മുഖത്ത് പാടുകൾ, ലാഫിംഗ് ലൈൻസ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫേസ് മസാജിന് ഒരു നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മളെ ഒരുപാട് പ്രോബ്ലംസിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, അതായി കൊടുക്കുക. അതിനുശേഷം വിരൽ ഇതുപോലെ ഒരു വെച്ചിട്ട് നമ്മുടെ ഈ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ മുകളിൽ 1 കാണുന്നുണ്ടോ, 2 3
4 5 6 7 8 9 10. ഓക്കെ, ഈ സൈഡ് 1, അത് നമ്മുടെ ഈ എല്ലിൽ കൂടെ മുകളിലേക്ക് 2 3 4 5 6, ചെവിയുടെ അടുത്ത് വേണം അവസാനിപ്പിക്കാനായിട്ട്, 7 8 9 10. നമ്മൾ ഒരുപാട് മസാജ് ചെയ്യുന്നോ എന്നുള്ളതല്ല, നമ്മൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അടുത്തത് ദേ നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് കൈ കൊണ്ട് 1, ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെയല്ലേ ചെയ്തേ, ഇതിപ്പോൾ ഇങ്ങനെ 2 3, ശ്രദ്ധിച്ച് ചെയ്യുക, 4, നല്ല റിലാക്സ് ആയി ചെയ്യുക, 5, ആ ചെയ്യുന്നത് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യണം കേട്ടോ, 6 7 8 9 10. ഓക്കെ, റിലാക്സ്, ജസ്റ്റ് വീണ്ടും ഒന്ന് മസാജ് എടുക്കാം, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ, 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഓക്കെ, അടുത്ത നമ്മുടെ ഒരു മെയിൻ പ്രോബ്ലമാണ് നമ്മുടെ കണ്ണ്. അത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് പഠിച്ചും സ്ട്രെസ്സും ഒക്കെ ചെയ്ത് കണ്ണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു ഡ്രിങ്ക്, ആ ഒരു സ്കിൻ ഗ്ലോയിങ് ഡ്രിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് കണ്ണിൻ്റെ കറുപ്പൊക്കെ നല്ല രീതിയിൽ മാറ്റി പതുക്കെ സ്ലോ ആയിട്ട് ഒറ്റയടിക്കുന്നല്ല, പതുക്കെ നല്ല പോലെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, അതിൻ്റെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാനുള്ളത്, നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം, അതിനോടൊപ്പം തന്നെ മെസ്സേജ് അയക്കും. അടുത്തത് നമ്മുടെ കണ്ണിൻ്റെ ഈ ഭാഗം ഒന്ന് ഫസ്റ്റ് ഒന്ന് ടച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഈ വിരൽ വെച്ചിട്ട്, നമ്മുടെ മോതിര വിരൽ വെച്ചിട്ട് റൗണ്ടിൽ 1, മൂക്കിൻ്റെ ഈ സൈഡ്, പിരികത്തിൻ്റെ ഈ ഭാഗം, കണ്ണിൻ്റെ താഴെ പോകണ്ട, കണ്ണിൻ്റെ തൊട്ട് താഴെയായിട്ട്, അല്ലാതെ കണ്ണിൻ്റെ കുഴിയിലോട്ടല്ല, 2 പതുക്കെ സാവധാനം ചെയ്യുക, 3 4 പതുക്കെ ഒന്ന് പ്രസ് കൊടുക്കുക, 5 6 7 8 9 10. ഓക്കെ, റിലാക്സ്. കൈ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് 1 2 3 4 5 6 7 8 9 10. അടുത്തത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, 1 പതുക്കെ സാവധാനം റൊട്ടേറ്റ് ചെയ്യുക, 2 3 പുരികത്തിൻ്റെ മുകളിൽ കൂടിയാണ് കേട്ടോ, 4 5 6 7 8 9 കണ്ടിന്യൂ ചെയ്യാം. ആൻറ്റി ക്ലോക്ക് വൈസ് 1 2 3 4 5 6
7, 8, 9, 10. ഓക്കെ, റിലാക്സ്. അടുത്തത് നമ്മുടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ണിൻ്റെ എൻഡിലേക്ക് ഇതുപോലെ പിരികത്തിൻ്റെ സൈഡിലേക്ക് 1, 2, അല്ല കണ്ണ് നിങ്ങൾ അടച്ചു വെച്ചോളൂ കേട്ടോ. 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അടുത്തത് നമ്മൾ ഈ ഭാഗം ദേ ഇതുപോലെ മസാജ് ചെയ്യുക. 1, ഇങ്ങനെ മുകളിലേക്ക്. ഓക്കെ, ഇതുപോലെ മസാജ് ചെയ്ത് മുകളിലേക്ക്. 2, 3, 4, 5, 6, 7, 8, 9, 10. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കുക എന്നുള്ളതാണ് കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. 1, നല്ലപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബോഡിയിലേക്ക്. 2, 3, 4, 5, 6, 7, 8, 9, 10. നമ്മൾ ഇതുപോലെ പ്രഷർ പോയിന്റ്സിൽ മസാജ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഓട്ടോമാറ്റിക്കായിട്ട് നല്ലപോലെ ഗ്ലോ ആകും. അടുത്തത് നമ്മുടെ പ്രഷർ പോയിന്റ് എന്ന് പറയുന്നത് ഈ പിരികത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഭാഗം, അതിലൊന്നും മസാജ് കൊടുക്കാം. 1, 2, 3, 4, 5. അടുത്ത നമ്മുടെ പിരികത്തിൻ്റെ മിഡിൽ ഭാഗം. 1, 2, 3, 4, 5. അടുത്ത പിരികത്തിൻ്റെ എൻഡ് ഭാഗം. 1, 2, 3, 4, 5. സ്റ്റാർട്ട്. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. എന്നിട്ട് 1 പതുക്കെ സാവധാനം 2 സൈഡിലേക്ക് മസാജ് ചെയ്യുക. 2, 3, 4, 5. ഓക്കെ, അടുത്ത നമ്മുടെ 3 വിരൽ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം മുകളിലേക്ക് മസാജ് ചെയ്യുക. 1, 2, 3. നമ്മുടെ സ്ട്രെസ്സൊക്കെ നല്ല രീതിയിൽ മാറും ഇതുപോലെ ചെയ്യുമ്പോൾ. 4, 5, 6, 7, 8, 9, 10. അടുത്ത ഈ ഭാഗം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടുത്തത് ഇവിടെ 1, 2, 3, 4. നെറ്റിക്ക് നിങ്ങൾ ചുളിവൊന്നും കൊടുക്കരുത്, ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്നിട്ട് വേണം ചെയ്യാനായിട്ട്. 6, 7, 8, 9, 10. ഇനി നമ്മുടെ നെറ്റി ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇതുപോലെ വലിച്ചു വെച്ചതിന് ശേഷം ഇവിടുന്ന് താഴെ ഭാഗത്ത് ഈ പിരികത്തിൻ്റെ ഈ ഭാഗത്ത് 1, 2, 3, 4, 5. ഇനി സെൻറ്ററിൽ 1, 2, 3, 4, 5. ഇനി നമ്മളിത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ട് കർവായിട്ട് 1, 2, 3, 4,
5. ഓക്കെ, അതുപോലെ ഈ സൈഡ് 1 2 3 4 5. സെൻറ്റർ ഭാഗം 1 2 3 4 5. അടുത്ത റൗണ്ടായിട്ട് 1 2 3 4 5. റിലാക്സ്. അടുത്തത് നമ്മുടെ വിരൽ ഫുള്ള് വെച്ചിട്ട് ഇതുപോലെ 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഈ കൈ ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സെൻറ്ററിൽ കൂടെ വന്നിട്ട് 1, ഇങ്ങനെ സെൻറ്ററിൽ കൂടെ വന്നിട്ട് 2 3 4 5 6 7 8 9 10. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രസ് കൊടുക്കുക മുകളിലേക്ക്. 1 2 3 4 5 6 7 8 9 10. തട്ടിക്കൊടുക്കുക നല്ല പോലെ ഫേസ് ഫുള്ള്. 1 2 3 4 5 6 7 8 9 10. കൈ നല്ല പോലെ ചൂടാക്കി ഫേസിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. നിങ്ങളിപ്പോൾ കഴുത്തിൽ ചെയ്തില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ടെൻഷൻ ആവണ്ട. നമ്മൾ ഓരോ ദിവസവും ഓരോ ഭാഗമായിട്ട് ഓരോന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോസ് നോക്കി നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോയാൽ മതി. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇൻടേക്ക് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്കിന്ന് ഗ്ലോ ആകാനായിട്ട്. ധാരാളം പച്ചക്കറികൾ കഴിക്കുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക, നട്ട്സ് കഴിക്കുക, ഗ്രീൻ ടീ പോലുള്ള സാധനങ്ങൾ ഇൻടേക്ക് ചെയ്യുക, ബീട്രൂട്ട് പോലുള്ള ജ്യൂസസ് കുടിക്കുക. അതിനോടൊപ്പം തന്നെ നല്ല സ്കിൻ ഗ്ലോയിങ് ഹെർബൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഡൗട്ട്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഇൻ കേസ് ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.